ഹായ് എവരി വൺ, നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ അലറ ചില്ലറ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ത്രൂ ഔട്ട് ആയിട്ട് കാണാം. ഈ ഒരു തീം യൂട്യൂബിൽ അധികം സെർച്ച് ചെയ്തപ്പോൾ കാണാത്തതുകൊണ്ട് ഞാൻ കരുതി വൈ നോട്ട് ഇതൊരു ലോങ് വീഡിയോ ആക്കി ഇട്ടാൽ എന്താന്ന്. അപ്പോൾ അതും ഇതും പറഞ്ഞു നിൽക്കാം, അത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ ചെയ്യുന്ന ഫ്ലേവർ റഫല്ലോ ഫ്ലേവറാണ് കേട്ടോ. അതിൻ്റെ ക്രീമിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടും മിൽക്ക് മെയ്ഡും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു റഫല്ലോ സ്പഞ്ച് തയ്യാറാക്കുമ്പം നോർമൽ സ്പഞ്ച് പോലെ അല്ലാതെ ഒരു 1 കപ്പിന് 1/4 കപ്പ്, അതായത് ഒരു 4 ടേബിൾ സ്പൂണോളം ആൽമണ്ട് ഫ്ലോർ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ക്രീം അപ്ലൈ ചെയ്യാണ്. അത് ഹെവി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് ഞാൻ കൊടുക്കാറുള്ളത്. നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റിനാണ് കേട്ടോ നമുക്ക് ഓരോ ബൈറ്റിലും കിട്ടുക. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അത് അത്യാവശ്യം തിക്കായിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആൽമണ്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്, അതും റോസ്റ്റഡ് ആണ് കൊടുക്കാറുള്ളത്. ഞാൻ അവനിൽ ഒരു 150 ഡിഗ്രിയിൽ 20 മിനിറ്റ്സോളം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു നട്ട്സ് എന്ന് പറയുന്നത്. കേക്ക് വെറ്റ് ചെയ്യാൻ ഉപയോഗിച്ചത് മിൽക്ക് മിക്സ് ആട്ടോ, അതായത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും ഷുഗർ സിറപ്പും കൂടി ആഡ് ചെയ്തിട്ട് രണ്ടും 50-50 ആയിട്ട് ഈക്വലായിട്ട് എടുത്തിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ആണ് കേട്ടോ ഈ മിൽക്ക് മിക്സ് എന്ന് പറയുന്നത്. നല്ലൊരു ടേസ്റ്റാണ് സ്പഞ്ചിന് കൊടുക്കുന്നത്. ഇത് ടോട്ടൽ 2 kg വരുന്നൊരു കേക്കാണ് കേട്ടോ. സ്ക്വയർ കേക്ക് ആയിരുന്നു, ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു തീമിന് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പായിരിക്കും കൂടുതൽ സ്യൂട്ട് ആവുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഫൈനൽ കോട്ടൊക്കെ ചെയ്തിട്ട് അതിൻ്റെ എഡ്ജൊക്കെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഡിസൈനാണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് കേട്ടോ. ഒരു പിൻട്രസ്റ്റി മോഡലുള്ള ഒരു കേക്ക്. എനിക്ക് പേഴ്സണലി കാണാനും ചെയ്യാനും നല്ല ഇഷ്ടപ്പെട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു തീം ഫ്ലോറൽ ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മൾ കേക്കിന്റെ കളർ കോമ്പിനേഷൻ സെറ്റ് ആയാൽ അത് എങ്ങനെ ചെയ്താലും ലാസ്റ്റ് അതിന്റെ ഫൈനൽ ലുക്ക് കാണാൻ പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഈ ടൂൾസ് ഒക്കെ കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതിലേക്കുള്ള ക്രീംസ് ഒക്കെ കളറൊക്കെ ആഡ് ചെയ്ത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഓരോ ടൂൾസിന്റെ എഡ്ജ് നോക്കിയാണ് ഞാൻ ഓരോ ഷേപ്പും ചെയ്യാറുള്ളത്. നമുക്ക് ഓരോ ടൂൾസും കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അത്യാവശ്യം കേക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള ഒരു ബേക്കറാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡിസൈൻ വരിക എന്നുള്ളത്. ഇനി അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ റഫായിട്ട് പുറത്തെവിടെയെങ്കിലും ക്രീം കൊണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് ഷേപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇത് ചെയ്യുന്നത് ഷാർപ്പായിട്ടുള്ള പെറ്റൽസ് ആണ് കേട്ടോ. ഈ ഒരു ഷാർപ്പ് എഡ്ജ് കണ്ടാൽ മനസ്സിലാവില്ല ഇതിങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി കേവിഷ് ആയിട്ടുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നത് സ്പൂണിൻ്റെ എഡ്ജ് വെച്ചിട്ടാണ് കേട്ടോ, അതൊരു കേവ് ഷേപ്പിൽ വരുന്നത്. ഇനി ഫൈനലി നമ്മൾ ഓരോ ഫ്ലോറൽസും ഡിസൈൻ ചെയ്ത് ലാസ്റ്റ് സ്റ്റേജിലോട്ടാട്ടോ എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ലീഫ് ഡിസൈൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കേക്കിന് പ്രത്യേക ഒരു ഭംഗിയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. അതായത് ജസ്റ്റ് സ്റ്റേമിലും പിന്നെ അതിൻ്റെ ബോട്ടം സൈഡിലൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ ഫ്ലോറൽസൊക്കെ ഒരു ന്യൂഡ് കളേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒലിവ് ടച്ചുള്ള ഗ്രീൻ കൊടുക്കുന്നതാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. പിന്നെ ഞാൻ ഈ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ വെച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊരു ലൈനപ്പ് ഒരു ചെറിയ കേവിഷ് ഡിസൈൻസ് ഒക്കെ കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് നല്ലൊരു ബോർഡറൊക്കെ വെച്ചിട്ട് നല്ലോണമായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നോർമലി ഫ്ലോറൽ ഡിസൈൻ ഒക്കെ വരുമ്പോൾ എനിക്ക് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് വിചാരിക്കുമ്പോൾ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് വരെ തോന്നിപ്പോവും. ഈ ഒരു പേര് എഴുതുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഡെഡിക്കേഷനോ പേരോ എഴുതാനുണ്ടെങ്കിൽ അതുവരെ ഞാൻ ചെയ്ത വർക്കൊക്കെ ഫ്ലോപ്പായി പോകുന്ന ഒരു ടൈപ്പാണ്. പക്ഷേ ഈ ഒരു കേക്കിന് ടോപ്പർ ഡയറക്റ്റ് വെച്ചുകൊണ്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് മീ. താങ്ക് യു.